പണ്ടുകാലങ്ങളിലെല്ലാം തന്നെ പ്രസവം വീടുകളിൽ നടക്കുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അതിനെക്കുറിച്ച് ചോദിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അക്കൂട്ടത്തിൽ നടന്ന ഒരു സംഭവം, വീട്ടിൽ പ്രസവിച്ച എടക്കഴിയൂർ കല്ലുവളപ്പിൽ ഇബ്രാഹിമിൻ്റെ ഭാര്യ മുഹസീനയുടെ മരണത്തിലേക്ക് നയിച്ചത് പ്രസവ സമയത്തുണ്ടായ പിഴവുകളാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരിക്കുന്നു. ഇപ്പോൾ 37 വയസ്സുള്ള മുഹസീനയുടെ മരണം ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു. ഇന്ന് നമുക്ക് വീടിനുള്ളിൽ പ്രസവിക്കാനുള്ള രീതിയോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തവണയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലെ തന്നെയാണ് ഓരോ വിഷയങ്ങളും വളരെയധികം പ്രധാനപ്പെട്ടതായി മാറുന്നത് എന്ന് പറയാം. പ്രസവം അശാസ്ത്രീയമായ രീതിയിൽ നടത്തിയതിനെ തുടർന്ന് ഗർഭപാത്രത്തിലും ജനനേന്ദ്രിയത്തിലുമുണ്ടായ മുറിവും രക്തസ്രാവവും അണുബാധയുമാണ് യുവതിയെ മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള കണ്ടെത്തലുകളുണ്ട്. പണ്ട് വൈറ്റാട്ടി എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഇത്തരം ജോലികൾ ചെയ്തിരുന്നു. ആ ജോലി ഭംഗിയായി അവർ ചെയ്തതുകൊണ്ട് തന്നെയാണ് വീടുകളിൽ പ്രസവം നടന്നിരുന്നത്. ചിലപ്പോൾ ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ മരണം കൂടുതലായിരിക്കാം. എന്നാൽ അത്തരത്തിൽ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാതെ നോക്കണം. വീടിനുള്ളിൽ തന്നെ പ്രസവിക്കണം എന്നത് ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഒരു കാര്യമല്ല. പരിപാലനം വേണം, പ്രത്യേകമായ ശ്രദ്ധ വേണം. അതിലൂടെ മാത്രമേ നമുക്ക് നടത്തി എടുക്കാൻ സാധിക്കുകയുള്ളൂ. വണ്ടിക്കുള്ളിൽ തന്നെ കൊണ്ടുവരുന്ന വഴിയിൽ പ്രസവിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുടെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അങ്ങനെയുള്ള സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അതിനോടുള്ള സുരക്ഷ എത്രമാത്രമാണ് എന്നുകൂടി നമ്മൾ അന്വേഷിക്കേണ്ടതായുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുമ്പോൾ അത് തികച്ചും നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു 37 വയസ്സുള്ള യുവതിയുടെ മരണത്തിന് കാരണമായി മാറിയത് ആ വീട്ടുകാരുടെ അശ്രദ്ധ തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ TS ഗിതേഷ് ശർമ്മയുടെ നേതൃത്വത്തിൽ 4 മണിക്കൂറെടുത്തായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. പ്രസവശേഷം പ്ലാസന്റ് ഉൾപ്പെടെയുള്ളവ ഗർഭപാത്രത്തിൽ അവശേഷിച്ചതിനെ തുടർന്നായിരുന്നു പഴുപ്പും അണുബാധയും ഉണ്ടായതെന്നാണ് നിഗമനം പറയുന്നത്. ശരീരത്തിൽ തന്നെ പഴുപ്പും വ്യാപിച്ചിരുന്നു. മതിയായ സമയത്ത് ചികിത്സ ലഭിക്കാത്തതാണ് മുറിവുകൾ പഴുക്കാനും അണുബാധയുണ്ടാകാനും കാരണമായത്. ദേഹത്ത് പലയിടത്തും അക്യൂപഞ്ചർ നടത്തി വൃത്താകൃതിയിലുള്ള സൂചിക്കുത്തുകളുടെ പാടുകൾ ഉണ്ടായിരുന്നു. ഈ പാടുകൾ പലതും പൊള്ളലേറ്റ നിലയിലുമായിരുന്നു. അവരുടെ കുട്ടിയും പ്രസവത്തിൽ മരിച്ചിരുന്നു. കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് പോലീസ് സർജൻ കൂടിയായ ഡോക്ടർ ഹിതേഷ് ശങ്കർ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ കുട്ടി എങ്ങനെയാണ് മരിച്ചതെന്നും ഇങ്ങനെയുള്ള മരണകാരണമായിരുന്നു എന്നുള്ളതെല്ലാം തന്നെ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന പല മെഡിക്കൽ റിപ്പോർട്ടുകളിലും മനസ്സിലാക്കുന്നത്. ആളുകളുടെ അശ്രദ്ധ കാരണം മറ്റുള്ളവരുടെ ജീവൻ പോലും പൊലിഞ്ഞു പോകുന്ന ഒരവസ്ഥ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.